ഹലോ, നമുക്ക് ചെറുപഴം കൊണ്ട് രാവിലെക്കാപ്പിക്ക് കടി ഉണ്ടാക്കാം. അത് ഞാൻ ഗോതമ്പൊടി ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഈ പഴം നന്നായി ഉടച്ചെടുത്തു. ഇപ്പം നമുക്ക് ഈ ഗോതമ്പൊടിയിലേക്ക് ഈ പഴം ഇട്ട് കൊടുക്കാം. ഒരു ചുണ്ട് ജീരകം, പിന്നെ അതിൻ്റെ മധുരത്തിന് ആവശ്യമായ ശർക്കര. മധുരം കുറച്ച് ചേർത്താൽ മതി, പഴം ഇട്ടതുകൊണ്ട്. കുറച്ച് തേങ്ങ ചിരകിയത്. ഇതുകൂടെ ഒരു ഞുള്ള് സോഡാപ്പൊടി, ഒരു പിഞ്ച് ഉപ്പ്. നമുക്കിത് ഒന്ന് ഇളകി കൊടുക്കാം എല്ലാം കൂടെ. അപ്പം നമ്മൾ ഈ രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റിന് വേണ്ടി അടച്ച് വയ്ക്കാം. നമ്മുടെ മാവ് നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ നെയ്ക്ക് അത് തേങ്ങ വറുത്ത് വെച്ചതിൻ്റെ ഇടാനായിട്ട് അതുകൊണ്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇളക്കി കൊടുക്കാം. തേങ്ങ നെയ്ക്കത്ത വറുത്തിട്ട്. അപ്പം ഞാനിത് ഉണ്ടാക്കുമ്പോൾ എൻ്റെ കേക്ക് പാനിനകത്ത് ഞാൻ ഇച്ചിരി എണ്ണമയം തൂത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്ത് ഒഴിച്ചെടുക്കാം. ഇത് ഒരു വറുത്ത 2-3 തേങ്ങ എടുത്ത് വെച്ച് നമ്മൾ ഉണ്ടാക്കിയിടാനായിട്ട് വെള്ളം ഇട്ട് കൊടുക്കാം. അപ്പച്ചൻ പഠിപ്പ് വെച്ച് ഞാൻ വെള്ളം ഗ്യാസേ വെച്ചിരുന്നു. അത് തിളച്ച് നമുക്കിനി ഇത് വെച്ച് കൊടുക്കാം. നമുക്കിത് അടച്ച് വയ്ക്കാം. ഒരു 20 മിനിറ്റ് നമുക്കിത് അടുപ്പ് വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് നോക്കാം നമ്മൾ വെച്ചപ്പം വേവായെന്ന്. ആവിയുള്ളതൊന്നും അതിനകത്ത് വിചാരിക്കാൻ വേണ്ടിയാണ് വേറൊരു പാത്രം കൂടെ വെച്ച് അടച്ചു വെച്ചത്. ഇത് വേവായിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റൗവൊക്കെ ഓഫ് ചെയ്യാൻ. നമ്മുടെ പഴമിട്ട ഗോതമ്പ് അപ്പം ഇവിടെ റെഡി ചെയ്യാം. നമുക്കിത് തണുത്തതിന് ശേഷം മുറിച്ച് ഉപയോഗിക്കാം. അപ്പം നമ്മുടെ പഴമിട്ട ഗോതമ്പ് അപ്പം ഇവിടെ റെഡിയായി. നമുക്കിത് ഒന്ന് ഇളക്കിയെടുക്കാം. ഗോതമ്പപ്പം ഇവിടെ ഗോതമ്പ് പൊടിയും പഴവും ഇട്ട